പകനെ എവിടെ പോയി കിടക്ക? കൊച്ചിപ്പാപ്പോയി. കൊച്ചിപ്പാപ്പൻ ആരെ തച്ചിന് വിളിക്കണത്? ഞാൻ ആ തമിഴൻ ഗണേശനെ രാവിലെ തൊട്ട് വിളിക്കുക. ആ പന്നനാണ് ഫോൺ കൊടുക്കുന്നില്ല. എന്നാ പണിക്കാ? റബ്ബറിന് കുറച്ച് കുഴി എടുക്കാൻ വേണ്ടിയാടാ. ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് അവന്റെ വാടക വീട്ടിലോട്ട് അല്ലേ? അവൻ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് തന്നെ പോകാൻ ഇറങ്ങിയതാടാ. പിന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ തന്നു. എടാ നീ എവിടെ പോവാ? അപ്പൂപ്പൻ ഒരു ഫോൺ വാങ്ങണം. ഞങ്ങളെല്ലാം ജോലിക്ക് പോയ പുള്ളി വീട്ടിൽ തനിച്ചല്ലേ ഉള്ളൂ. ഇതാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കാലോ. അത് നന്നായിടാ. ഏത് ഫോണാ മേടിക്കാൻ പോകുന്നത്? നോക്കിയയുടെ പഴയ ടൈപ്പില്ലേ? അതാവുമ്പോ കാര്യങ്ങളും ചെയ്യാൻ എളുപ്പമാണല്ലോ. അതാണ് മണ്ടത്തരം. എടാ വയസ്സായവരുടെ ജീവിതത്തിൽ ഇന്ന് മൊബൈൽ ഫോണിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ കൊച്ചിപ്പാപ്പൻ്റെ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇപ്പം മേടിക്കാൻ പോകുന്ന സൂപ്പൂട്ടി പോലത്തെ നോക്കിയ ഫോണിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതെ, ഇതുപോലെ ഒരു ഫോണെങ്കിലും നീ മേടിക്കണം. ഈ ഫോണൊക്കെ കൈകാര്യം ചെയ്യാൻ അപ്പൂപ്പന്മാരെ കൊണ്ട് പറ്റും. എടാ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയല്ല ചെയ്യേണ്ടത്. അവരെ പ്രോത്സാഹിപ്പിക്കണം. ശീലിച്ചു വരുമ്പോൾ എല്ലാം ശരിയാവും. ഇപ്രായത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് എന്തിനാ? എടാ മോനെ, ഈ പ്രായത്തിലാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രായമൊന്നും ഒന്നിനൊരു തടസ്സമല്ല. സത്യം പറയാലോ, കൊച്ചിപ്പാപ്പൻ ഇത്രയും പറഞ്ഞപ്പോഴേ എന്റെ തലയ്ക്കുള്ളിലെ ബൾബ് കത്തി. ഒരു അത്യാവശ്യ സമയത്ത് ഒരു ടാക്സിയോ ഒരു ആംബുലൻസോ അവർക്ക് വിളിച്ചുകൂടെ? ഓൺലൈൻ ആപ്പ് വഴി ഭക്ഷണം മേടിച്ച് കഴിച്ചുകൂടെ? ഇനി മരുന്ന് കഴിക്കണമെങ്കിൽ മൊബൈലിൽ ശബ്ദ സൂചനകൾ സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ പലതും. പക്ഷേ വിവേകത്തോടു കൂടി ഉപയോഗിക്കണമെന്ന് മാത്രം. കൊച്ചിപ്പാപ്പൻ പറഞ്ഞപ്പോഴേ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഗുണമുണ്ടെന്ന് മനസ്സിലായത്. അവർക്ക് വേണ്ടപ്പെട്ടവരോട് മിണ്ടാനും അവർ പറയുന്നത് കേൾക്കാനും വീഡിയോ കോൾ പോലുള്ള മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ ഏകാന്തത ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലടാ. എന്തായാലും ഇന്ന് തന്നെ അപ്പൂപ്പന് നല്ലൊരു മോഡൽ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും. എന്നാ ഇനി സമയം കളയണ്ട. എന്നാ പിന്നെ കാണാം. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിന്റെ വിരസത ഉണ്ടാവില്ല. മാത്രമല്ല മൊബൈൽ ഫോൺ അവർക്കൊരു തുണയാണ്.